ഗൂഗിൾ മാപ്പിന്റെ കിണ്ടി. കൺമണി പൂവേ കണ്ണാപ്പി പൂവേ. സർപ്രൈസ് തരാന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ വീട്ടിട്ട് കയറിപ്പോണ. വാ പോവാ. ഇവന്മാർക്കൊക്കെ വീട്ടിലിരുന്നൂടെ? ചായ ഒന്നും വേണ്ടായിരുന്നു. എന്നാ അവന് ചായ കൊടുക്കണ്ട കേട്ടോ. ഉച്ചക്ക് ചോറും കൊടുക്കണ്ട. ആ വല്ല മണ്ണും വരി തിന്നട്ടെ. കഴിക്കാൻ വല്ലതും വേണോ? വേണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നും തിന്നാനില്ലട്ടാ. വന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാറുന്നില്ലേ? വെറുതെ വന്നേക്കാം. ഈ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിട്ടാണോ ഞങ്ങൾ അവിടുന്ന് ഇവിടം വരെ വന്നേ? 400 കിലോമീറ്റർ. ഒരു പാർലേജ് ബിസ്ക്കറ്റ് എങ്കിലും വാങ്ങി വെക്കാറുന്നില്ലേ? എന്നാ കുടിക്ക്. നല്ല കോൾഡ് കോഫി പോലെ ഉണ്ട്. അത് മിനിങ്ങാന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അടിപൊളി. ഒന്ന് കാപ്പിച്ചീന ഉണ്ടാക്കി നോക്കിയതാ. ഒന്ന് കുടിച്ചു നോക്കി ചീഞ്ഞൊന്ന്. താങ്ക് യു. പിന്നെ ഞാൻ ഈ അയൺമാനവിടെ പരിപാടിയൊക്കെ നിർത്തി. അതെന്താ? വെറുതെ ഓരോരുത്തർ ഇടി കൊണ്ട് മടുത്ത്. പിന്നെ ഇത് സർക്കാർ ജോലി ഒന്നല്ലല്ലോ. കിട്ടണം നല്ല ചീത്തപ്പേരും ഇടി. ഞാൻ വല്ല ലോട്ടറി കട ഇട്ടാണെങ്കിലും ജീവിച്ചോളാം ഇനി. അമേരിക്കയില് കേരള ഭാഗ്യക്കുറികൾ. ഈ മണ്ടനൊക്കെ വേണ്ട. വേറെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് തുടങ്ങിയാലോ? നാടൻ പായസം. ഗ്ലാസ്സിന് 50 രൂപ കിട്ടും. എന്തെങ്കിലും ആണെങ്കിലും തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. ജമ്മു കാശ്മീരിൽ ഞാൻ ഒരു AC കട ഇട്ടതാ, പൂട്ടിപ്പോയി. മാർക്കറ്റ് ചെയ്യണം. അല്ല, നിങ്ങൾ എന്തിനു വന്നേ? നമുക്കൊരു അടിപൊളി കോള് വന്നിട്ടുണ്ട്. കസ്റ്റമർ കെയർ. നമ്മുടെ കേരളത്തിലുള്ള വനിതാ തിയേറ്ററിലേ ഓരോ പടം ഇറങ്ങുമ്പോൾ ഓരോ അവതാരങ്ങളാണ് ഇറങ്ങി വന്നെ. താനോസ് ഒന്നും എല്ലാവരും മുമ്പിൽ. അവരെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം. പെട്ടെന്ന് തന്നെയോ? റിസ്ക്കാണ്. റിസ്ക്കാണ്. ഇതിനൊരു തടയിടണം നമ്മൾ. അല്ലെങ്കിൽ ഇന്നൊരുത്തൻ, നാളെ വേറൊരുത്തൻ. നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടോ? നോ. അവരുടെ കൂടെ നീലക്കുയിലുണ്ട്, അത് ഓർക്കണം. ഇത് തടയാൻ പോയതേ ഹൾക്കതേ അവിടെ ഇത് തുള്ളുണ്ട് തിയേറ്ററിന് മുമ്പിൽ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. മതി, നിർത്ത്. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളെക്കൊണ്ട് എന്തായാലും ഇത് കൂട്ടിയാൽ കൂടൂല. അതുകൊണ്ട് ഞാനില്ല. കാര്യമായിട്ട് പറയണയാണോ? ആണെന്നേ. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാനില്ല. ഇവർ കാരണം ഇൻസ്റ്റ പോലും തുറക്കാൻ പറ്റില്ല. ഒരു റീല് കാണാൻ പറ്റില്ല. നമ്മുടെ കേരളം ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കാൻ നേരത്ത് നിനക്ക് എങ്ങനെ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റണോ? ഒന്ന് പറഞ്ഞേ നീ. കരയല്ലേ, നമുക്ക് കുറുനരിയുടെ കുടുക്ക എടുത്തുകൊണ്ട് വരാട്ടോ. അപ്പം ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ വന്നില്ല. അപ്പം നിങ്ങളെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഈ തൊഴിൽ എന്നേക്കായിട്ട് നിർത്തി. ഇനി അയൺമാനില്ല. എന്നാ പറക്കണ കൂട്ടി എനിക്ക് തരുമോ? എന്നാ ശരി, നിങ്ങൾ വിട്. ഞാൻ ആ കുറുനരിയുടെ കൊടുക്കുന്നു തപ്പി നോക്കട്ടെ. ഈ വീട് പണിക്ക് സിമെന്റ് വരാൻ ഞാൻ എൻ്റെ ചട്ടി കൊടുത്തത് അവന്. ഇനി ചട്ടി കൊടുത്തുള്ള സ്നേഹമൊന്നും വേണ്ട. ഈ ഡോറയ്ക്കൊക്കെ ഒരു ഗൂഗിൾ മാപ്പ് നോക്കിക്കൂടെ? എപ്പോഴും നമ്മുടെ അടുത്ത് നോക്കണേ എന്തിനാ? ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാ? തിരിച്ചു പോവാ. ഞാനൊക്കെ ആണെങ്കിൽ ഡോറേനെ 10 വെട്ടി തല്ലിയാനെ. അപ്പോൾ തിയേറ്ററിലുള്ളവരുടെ കാര്യമോ? അതെന്ത് ചെയ്യും? സഹിക്കല്ലാതെന്താ?